അയ്യോ എന്നെ ഷൂട്ട് ചെയ്യല്ലേ. അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ നിന്റെ വേല കാണിക്കുന്നോടാ. വേണ്ട ശക്തി, ഇത് നമ്മുടെ ഏരിയയാണ്. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യ. വീട്ടേക്ക്. അയ്യോ എന്നെ രക്ഷിക്കൂ സാറേ. ശക്തി, ശക്തി, നിനക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല. ഗണേഷ്, ഗെറ്റ് അപ്പ് മാൻ. വെൽ ഡൺ. ശക്തി പോലെ നീയും നന്നായി അഭിനയിച്ചു. താങ്ക് യു സർ. നമ്മുടെ എൻകൗണ്ടർ പ്ലാനിങ് വളരെ കറക്റ്റ് ആയിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ശക്തി നിസാരക്കാരനല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ പ്ലാനിൽ രണ്ട് ചേഞ്ചേ ഉള്ളൂ. ഈ പില്ലറിന്റെ പിന്നിൽ ഞാനുണ്ടാവും, ആ ഭാഗത്ത് ഗണേഷ് ഉണ്ടായിരിക്കും. ശക്തി ഈ പാലത്തിനകത്ത് കടന്നതും ഈ റോഡിലേക്കുള്ള എല്ലാ വഴികളും നമ്മൾ അടച്ചിടേണ്ടത് അത്യാവശ്യമാണ്. പബ്ലിക്കിനകത്ത് വിടരുത്. ഓക്കെ? ഇപ്പൊ സമയം കൃത്യം 12 മണി. കൃത്യം 5 മണിക്ക് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ശക്തിനെ നമ്മൾ ഷൂട്ട് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് 3 മണിക്കൂർ സമയമുണ്ട്. നിങ്ങൾക്ക് വിശ്രമിക്കാം. ഹലോ. നിന്റെ മോൾ എന്താ പറയുന്നേ? അവൾ എന്തോന്ന് പറയാൻ, 8 മണിയുടെ ഫ്ലൈറ്റിന് അവളെ ഞാൻ കയറ്റി വിടും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം അവള് മറക്കും. മറന്ന അവൾക്ക് നല്ലത്. രാവിലെ 6 മണിക്ക് എയർപോർട്ടിൽ ഉണ്ടായിരിക്കണം. ചെന്ന് ഉറങ്ങാൻ നോക്ക്. മീനു, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ജയ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എവിടെ എപ്പോഴാണ് വരേണ്ടത്? നാളെ കാലത്ത് 5 മണിക്ക് കല്ലൂർ ബസ് സ്റ്റാൻഡിലോട്ട് വന്നേര്. നമുക്ക് എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്കാം. ശരി. ഒരുപാട് സമയമായല്ലോ, എന്ത് പറ്റി? അവിടെ ഒരുപാട് പോലീസുകാരുണ്ടോ? സാധനം കിട്ടിയോ? ആ, ബോസ്, വൈൻഡ് അപ്പ് സോൺ. ലെറ്റ്സ് മൂവ്. ഹലോ. ഞാനാ സെൻട്രൽ മിനിസ്റ്റർ സംസാരിക്കുന്നത്. നിങ്ങൾ എന്ത് പ്ലാനാ ചെയ്തിരിക്കുന്നത്? സർ, മോർണിംഗ് 5 o'clock ശക്തി മരിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾക്ക് കിട്ടും. ഓക്കെ മിസ്റ്റർ വിക്രം, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എല്ലാവരും സ്പോട്ടിൽ വെച്ച് കാണാം. മൂവ്. ഞാനൊരു ഐഡിയ പറയാം. എന്താ? മാഡം, ഞാൻ പറയാം. ഈ ട്രെയിനിൽ തന്നെ മാഡത്തിന് ഡൽഹി പോകാൻ കഴിയും. ടിക്കറ്റ് എല്ലാം ഓക്കെയാ. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ കപ്പിൾസ് ഹണിമൂണിന് ഡൽഹി വരെ പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു കാരണം കൊണ്ട് അവർ വന്നില്ല. മാഡത്തിന് വേണമെങ്കിൽ ആ പെണ്ണിന് പകരമായിട്ട് ഡൽഹി വരെ യാത്ര ചെയ്യാം. മാഡം ടെൻഷൻ ആവാതെ, ഹസ്ബൻഡിന് പകരമായിട്ടുള്ള ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാ. വളരെ നല്ല പയ്യനാ. എന്താ ഇത്? ഒട്ടും പരിചയമില്ലാത്ത ഒരുത്തന്റെ കൂടെ ഇവിടുന്ന് ഡൽഹി വരെ, അതും ഹണിമൂൺ കുഫയില്. ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? എന്റെ പൊന്നു സിസ്റ്ററെ, അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടാ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവനും മാഡത്തിനെ പോലെ തന്നെയാ. അത്യാവശ്യമായിട്ട് പോണെന്ന് പറഞ്ഞോണ്ടാ. മേഡം ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ശരിയാവണ പോലെ ഉണ്ടല്ലേ?
എന്താ ഇത് വന്നാലും സിസ്റ്റർ? ഡാലിയ സമയായി, വേഗം. ഒരു മിനിറ്റ്. Bangalore to Delhi Express in platform number 5. ഐ എം ജയ്, മീനു, BMBA, ME MBA, അണ്ണാ യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, നിക്കോളസ് കോളനി. ശിവാജി നഗർ. എനിക്ക് പ്രേമിച്ച് കിട്ടണം, അതാണ് എൻ്റെ ഒറ്റ ലക്ഷ്യം. നിങ്ങൾക്കോ? ഹലോ, വെയിറ്റ്. ചികഞ്ഞ് ചോദിക്കുമെന്ന് കരുതണ്ട, ഫ്രാങ്കായിട്ട് ചോദിക്കുന്നത് എൻ്റെ നേച്ചറാണ്. വിശ്വസിക്കുന്നേ. മീനു, ഹലോ. മീനു, അതൊക്കെ പോട്ടെ. എന്ത്? അവിടെ പറഞ്ഞില്ലേ, ഈ ലവ്, മാരേജ് ഇങ്ങനെയുള്ള ഗ്ലാമർ ടോപ്പിക് ഒന്നും നമുക്ക് വേണ്ട. ഗുഡ്. വേണമെങ്കിൽ ഞാൻ ഇതൊക്കെ ഒരു 70-80 വയസ്സ് വരുന്ന മുത്തശ്ശിയോട് സംസാരിക്കാം. ദൈവങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കും, പാപപുണ്യങ്ങളെ കുറിച്ചൊക്കെ ഞാനും പറയാം. ഡൽഹി വരുന്നുണ്ടോ ഇല്ലയോ, നമ്മൾ രണ്ടുപേർക്കും മുടി തറയ്ക്കും. ഹലോ, ഗ്ലാമർ ആയിട്ട് സംസാരിച്ചാൽ മാത്രം യൂത്ത് ആവില്ല. വിവേകാനന്ദനെ പോലെ യൂത്ത്ഫുൾ ആയിട്ട് സംസാരിക്കാൻ എത്രയോ കാര്യങ്ങളുണ്ട്. താങ്ക്സ്. എന്തിനാ? ഡൽഹി വരെ എൻ്റെ കൂടെ വരാൻ വിശ്വസിച്ചതിന്. ഞാൻ നിങ്ങളോടുള്ള വിശ്വാസത്തിലല്ല വരുന്നത്, ഞാൻ എന്നോടുള്ള വിശ്വാസത്തിൻ പേരിലാണ് വരുന്നത്. എന്തോന്നാ മേഡം നിങ്ങൾ ഇങ്ങനെ? നമ്മൾ വണ്ടി കറക്റ്റായിട്ടാ ഓടിക്കുക, പക്ഷെ ഓപ്പോസിറ്റ് വരുന്നവൻ തെറ്റായിട്ട് വന്നിടിച്ചാലോ? ആക്സിഡന്റ് അല്ലേ? മനസ്സിലായില്ല. നിങ്ങളുടെ വണ്ടി ആക്സിഡന്റ് ആവാതിരിക്കണമെങ്കിലേ ഞങ്ങളെ വണ്ടിയും കറക്റ്റായിട്ട് ഓടിക്കണം മാഡം, അല്ലേ? വാട്ട് ഡു യു മീൻ? പിന്നല്ലാതെ എന്നെ വിശ്വസിക്കാതെ നിങ്ങൾക്ക് കളിയാക്കാം. ഞാനും നല്ലൊരു കുടുംബത്തിലെ പയ്യനാണെന്ന് പയ്യന് മനസ്സിലായിക്കോളും. ഇൻഫാക്ട് എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ചാരിത്രം നഷ്ടപ്പെടുത്താത്തവനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെയോ? മറ്റുള്ളവർക്കൊക്കെ കല്യാണം കഴിഞ്ഞില്ലേ. ഐ ആം സ്റ്റിൽ സിംഗിൾ. ഹലോ, എൻ്റെ എല്ലാ മൂവ്മെൻറ്റും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. സാറിനെന്താ പേടിയുണ്ടോ? നിന്റെ കൂടെ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഈ നമ്പറിൽ വിളിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഞാൻ ചോദിച്ച കാര്യം എന്തായി? നീ ആവശ്യപ്പെട്ട കാര്യം കോർട്ടിൽ കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് എത്തിയിരിക്കും. Sir, he removed the SIM card. എന്താ സാറേ പെട്ടെന്ന്? പറഞ്ഞിരുന്നത് ഞാൻ വന്നേനല്ലേ. ഇസ്മായിൽ, പറ സാർ. ഈ സുമ ഓടുവോ? ഒരു 10,000 രൂപ ചെലവ് ചെയ്താൽ ഓടും. റെഡിയാക്കാൻ എത്ര സമയം എടുക്കും? ഒരു 2 മണിക്കൂറിൽ റെഡിയാക്കാം സാർ. പറയൂ സാർ. മാഡം, 2 ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് TN70A6436 എന്ന സുമോ കാണാതെ പോയിട്ടുണ്ട്. ഒരു FIR ഫയൽ ചെയ്തേക്കൂ. ഓക്കെ സാർ. അവനിപ്പോൾ അവിടെ എത്തും. അവൻ്റെ ഒരു കോപ്പി കൊടുത്തു വിട്ടേക്ക്. ഡെഫിനറ്റ്ലി സാർ. നിങ്ങൾ എവിടെയാ ഈ പോന്നേ? ഞാനിപ്പോ വരാടി. അയ്യോ, പേടിക്കണ്ട, നിന്നെ ഒന്നും ചെയ്യില്ല. നിന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. അർജുൻ ദ്രോഹി. സർ, അവനെ എൻകൗണ്ടറിൽ എപ്പോഴേ കൊന്നേനെ. താങ്കളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇത്രയും നാൾ അവനെ വിട്ടേ. ഹീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇയാളെ കോടതിയിൽ ഹാജരാക്കാം. ബുള്ളറ്റ് പോലെ ഒരുത്തനെ
അവനെ കൊല്ലാനായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ്. ഡ്യൂട്ടിയിൽ ചേർന്നിട്ട് 3 മാസത്തിനകം 6 എൻകൗണ്ടറാണ്. വിതിൻ 2 hours ഞാൻ പുറത്തു വന്നിരിക്കും. 16 കൊലപാതകം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും 2 മണിക്കൂറിനൊക്കെ പുറത്തു വരുമെന്ന്. എന്തൊരു ആത്മവിശ്വാസം! നമ്മുടെ നാട്ടിലുള്ള വക്കീല, ജഡ്ജി, പോലീസുകാരെല്ലാം ന്യായപരമായിട്ട് ഒന്നും തന്നെ ചെയ്യാറില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പറ്റില്ല. കാരണം ഇതൊരു മിഷനാണ്. ഈ അർജുൻ ഒരു ബ്രാൻഡാണ്. ഈ ബ്രാൻഡിന്റെ പുറത്ത് കരി പുരട്ടിയാൽ ഇത് നിന്റെ അവസാന നാളാണ്.